ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഡിസംബറിനുള്ളിൽ പൂർണ്ണമായും പൂർത്തിയാകും. നിലവിൽ 10 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ചത്. പക്ഷേ പണി പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ 10 കോടിയിൽ കൂടുതൽ തുക ചിലവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 കോടി എന്നുള്ളത് പണി പൂർത്തിയാകുന്ന സമയത്ത് അതൊരു 15 കോടിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ കാത്തിരിപ്പ് കേന്ദ്രം നേരത്തെ ഉള്ളതിൻ്റെ 4 മടങ്ങാണ് ഇപ്പോഴ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. അതായത് നേരത്തെ കാത്തിരിപ്പ് കേന്ദ്രം കാത്തിരിക്കാനുള്ള സ്ഥലം 56 സ്ക്വയർ മീറ്റർ ആയിരുന്നു. അതിപ്പോഴ് 208 സ്ക്വയർ മീറ്റർ ആയിട്ട് മാറ്റിയിട്ട്, അതായത് യാത്രക്കാര് കാത്തിരിക്കുന്ന സ്ഥലം നിലവിലുള്ളതിനേക്കാൾ 4 മടങ്ങാണ് പുതിയ വികസനത്തിന്റെ ഭാഗമായി നടക്കുന്നത്. അതേപോലെ പാർക്കിംഗ് സ്ഥലം നിലവില് 1138 സ്ക്വയർ മീറ്ററാണ് ഇപ്പോഴ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ട് പാർക്കിംഗ് കേന്ദ്രമുള്ളത്, സർക്കുലേറ്റിംഗ് ഏരിയ ഉള്ളത്. അതിപ്പോഴ് പുതിയ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായിട്ട് ഈ 1138 സ്ക്വയർ മീറ്റർ പാർക്കിംഗ് 3697 സ്ക്വയർ മീറ്റർ പാർക്കിംഗ് ആയിട്ട് അത് മാറ്റാൻ, വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഡിസംബറിനുള്ളിൽ പൂർത്തിയാകും. ഇതോടൊപ്പം തന്നെ ഇവിടെ ഈ 2 ഭാഗം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ മോഡിഫിക്കേഷൻ, അതിന് സൗന്ദര്യവൽക്കരണം അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും ഇപ്പം മേൽക്കൂരയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. മേൽക്കൂര കുറച്ചുകൂടി നിർമ്മാണം, അതിൻ്റെ ലെങ്ത് നീട്ടാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല യാത്രക്കാർക്ക് തീവണ്ടിയുടെ സമയം, ബോഗിയുടെ സ്ഥലം ഇതൊക്കെ പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ബോർഡ് അതും ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും. ഇപ്പോഴ് നേരത്തെ തന്നെ ഞാൻ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന സമയത്ത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനു മുമ്പ് സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം, അതുപോലെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി, അതുപോലെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ, സാമുദായിക സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, വ്യാപാരി വ്യവസായി ഏകോപനങ്ങൾ, ഇത്തരം നിരവധി സംഘടനകൾ നിവേദനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഈ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിരുന്നത്. അതിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വൻ വികസനം നടക്കുന്നത്. ഇന്ന് ഇവിടെ വന്ന സമയത്ത് ബിജെപിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും മേൽക്കൂര കുറച്ചുകൂടി അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ നൽകുകയുണ്ടായി. ഇത് ഈ ഉയർന്ന ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിട്ട് റോപ്പിൻ്റെ വലുപ്പം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ, അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഷൊർണൂർ ഭാഗത്തും അതേപോലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇരുഭാഗങ്ങളിലും ഷൊർണൂർ ഭാഗത്തും അതേപോലെ തൃശ്ശൂർ ഭാഗത്തും അതിൻ്റെ മേൽക്കൂര, അതിന് ലെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിവേദനം തന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഉയർന്ന ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പ്രവർത്തിക്കും. മാത്രമല്ല യാത്രക്കാരുടെ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ ഈ സ്കീമിൽ, ഈ ABS സ്കീമിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് ശൗചാലയത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, അതുപോലെ ഇരിപ്പിടങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആർച്ച് മുൻഭാഗത്തുണ്ട്. അതുപോലെ പ്രവേശന കവാടം അതും ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ രൂപത്തിലും ഭാവത്തിലും ഒരു മൗലികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാറ്റമാണ് ഈ സ്കീമിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിലൂടെ തീരുമാനിച്ചിട്ടുണ്ട്.
പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും ഇത്തരം വലിയ മാറ്റങ്ങൾ വികസനങ്ങൾ നടക്കുന്നത്. തീർച്ചയായും അതിപ്പോൾ നമ്മുടെ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയുടെ വലിപ്പം കൂട്ടാൻ എല്ലാം നിവേദനം തന്നതുപോലെ BJPയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി മറ്റൊരു നിവേദനം നൽകിയിട്ടുണ്ട്. അതാണ് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ നേരത്തെ നിർത്തിയിട്ടുള്ള തിരുവനന്തപുരം മംഗലാപുരം 67 തീവണ്ടി നേരത്തെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മംഗലാപുരം തിരുവനന്തപുരത്തേക്ക് പോകുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് ഈ രണ്ടിനും വടക്കാഞ്ചേരി സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള നിവേദനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ നമ്മുടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന കാരക്കൽ എക്സ്പ്രസ് അതുപോലെ തന്നെ പൂനെ തിരുവനന്തപുരം എക്സ്പ്രസ് നിർത്തൽ ചെയ്തിപ്പോൾ നേരത്തെ സ്റ്റോപ്പ് ഉണ്ടാവുകയും അത് പിന്നീട് കൊറോണ കാലത്ത് നിർത്തൽ ചെയ്യുകയും ചെയ്ത എല്ലാ സ്റ്റോപ്പുകളും പുനഃസ്ഥാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന നിവേദനം കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് ബന്ധപ്പെട്ടവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അല്ല, ഇനിയിപ്പോൾ നമ്മുടെ ഇതിന് പണി കുറച്ച് ഒക്ടോബർ നമ്മുടെ ഡിസംബർ മാസത്തിനുള്ളിൽ ഇനി പണി പൂർണ്ണമായും പൂർത്തിയാവും. കരാറുകാരുടെ അനാസ്ഥ അതിൽ കരാറുകാരുടെ അനാസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വേഗതയിൽ ഇപ്പം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇടയ്ക്കിടെ, അതായത് ഈ പ്രൊജക്ട് ഇതിന്റെ മുഴുവൻ, അതായത് ഗതിശക്തിന്റെ കീഴിലാണ് ഈ വർക്കുകൾ, ഈ നമ്മുടെ ABSS സ്കീം പ്രവർത്തിക്കുന്നത്. അതിന്റെ ചീഫ് പ്രൊജക്ട് മാനേജർ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഏതായാലും എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ ഇത് പണി പൂർത്തീകരിക്കാൻ ഉണ്ടാകും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇക്കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഡിവിഷൻ അടിസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ സന്ദർശനം കൂടുതലായിട്ട് ഈ സ്റ്റേഷനിലുണ്ടാകും. ഡിസംബറിനുള്ളിൽ ഇത് പൂർത്തീകരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.